RIC ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെൻറ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. 1 വർഷം, 2 വർഷം എന്നിങ്ങനെയാണ് ഓരോ ട്രേഡുകളുടെ പരിശീലന കാലാവധി എന്ന് പറയുന്നത്. ഈ ട്രേഡുകളെ മെട്രിക്, നോൺ മെട്രിക് എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അടിസ്ഥാന യോഗ്യത 8ാം ക്ലാസ് ആയിട്ടുള്ള ട്രേഡുകളെയാണ് നോൺ മെട്രിക് ട്രേഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാറ്റഗറിയിൽ വരുന്ന ട്രേഡുകൾ എന്ന് പറയുന്നത് വെൽഡർ, പ്ലംബർ, വയർമാൻ, പെയിൻറ്റർ എന്നിങ്ങനെയുള്ള ട്രേഡുകളാണ്. അടിസ്ഥാന യോഗ്യത 10ാം ക്ലാസ് ആയിട്ടുള്ള ട്രേഡുകളെയാണ് മെട്രിക് ട്രേഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാറ്റഗറിയിൽ വരുന്ന ഒരു ITI ട്രേഡാണ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. ഇതൊരു 2 വർഷ കോഴ്സാണ്. ഇതിൽ ഫീസ് വരുന്നത് ഏകദേശം 2000-നും 3000-നും ഇടയ്ക്കാണ്. SC, ST മറ്റ് റിസർവേഷൻ വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ഫീസിൽ ഇളവുണ്ട്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കൻറ്റിൻ്റെ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ സബ്ജക്റ്റുകളുടെ മാർക്ക് അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ നടത്തുന്നത്. ആപ്ലിക്കൻറ്റ് +2 പാസ്സായിട്ടുണ്ടെങ്കിൽ 20 മാർക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ ആപ്ലിക്കൻറ്റ് 10ാം ക്ലാസ്സിൽ NCC, NSS എന്നീ സംഘടനകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലും ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതായിരിക്കും. മുന്നോക്ക വിഭാഗങ്ങളിലെ പിന്നോക്കക്കാരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം സീറ്റുകൾ റിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്ന വില്ലേജ് ഓഫീസിൽ നിന്നും ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ ആ കാറ്റഗറിയിൽ റിസർവേഷൻ ലഭിക്കുന്നതാണ്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് അടിസ്ഥാന വിവരങ്ങളായിട്ടുള്ള പേര്, ആധാർ നമ്പർ, ഇമെയിൽ ID, മൊബൈൽ നമ്പറുകൾ എന്നിവയ്ക്ക് പുറമെ മുൻപ് പറഞ്ഞ സർട്ടിഫിക്കറ്റുകളിൽ ഏതെങ്കിലും വിഭാഗത്തിൽ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റും കൂടെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ പൂർത്തിയാക്കിയതിന് ശേഷം ഈ ആപ്ലിക്കേഷൻ്റെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ITIയിൽ ചെല്ലേണ്ടതാണ്. ഈ വെരിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് പരിഗണിക്കൂ. കേരളത്തിലെ 14 ജില്ലകളിലായിട്ട് ഏകദേശം 140ഓളം ഗവൺമെൻറ് ITIകളുണ്ട്. ഈ ഏത് ITIകളിലേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ഓരോരോ ITIകളിലെ അലോട്ട്മെൻറ്റ് നടപടികൾ ആരംഭിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അലോട്ട്മെൻറ്റ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഈ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചിട്ടാണ് പല ട്രേഡുകളിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സുകൾ നടക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തൊഴിൽ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് എന്ന ഏജൻസിയാണ് സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യുന്നത്. ഈ സർട്ടിഫിക്കറ്റാണ് ഇന്ത്യക്കകത്തും വിദേശ രാജ്യങ്ങളിലും ഉള്ള പല കമ്പനികൾ അടിസ്ഥാന യോഗ്യതയായിട്ട് പറയുന്നത്. ITI ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം ട്രെയിനികൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് പൂർത്തിയാക്കാനുള്ള അവസരമുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഇന്ത്യൻ റെയിൽവേ എന്നിങ്ങനെയുള്ള പല സ്ഥാപനങ്ങളും ഈ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഈ കാലയളവിൽ ട്രെയിനികൾക്ക് സ്റ്റൈപ്പൻഡും ലഭിക്കുന്നതായിരിക്കും. അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ട്രെയിനികൾക്ക് ലഭിക്കുന്നത് NAC എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റാണ്. ഇതിനെ നമ്മൾ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ ടെക്നീഷ്യൻ എന്ന ITI ട്രേഡിനെ പറ്റിയും അതിൻ്റെ ജോലി സാധ്യതകളെ പറ്റിയും നോക്കാം. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ടെക്നീഷ്യൻ എന്നത് ഒരു 2 വർഷ കോഴ്സാണ്. ITI ട്രെയിനിങ്ങിൽ തിയറി പോർഷനേക്കാട്ടും കൂടുതൽ പ്രാക്ടിക്കൽ വർക്കുകൾക്കാണ് പ്രാധാന്യം. ഇതിൻ്റെ സിലബസ് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ ഏറ്റവും ആദ്യം വരുന്നത് സേഫ്റ്റി കാര്യങ്ങളാണ്. അതിനുശേഷം ജനറൽ ഹാൻഡ് ടൂൾസ് ആണ്. അത് കഴിഞ്ഞിട്ട് പലതരത്തിലുള്ള കട്ടിംഗ്, ഡ്രില്ലിംഗ് ഓപ്പറേഷനാണ്. ഇതിൽ തന്നെ ആർക്ക് വെൽഡിംഗ്, ഗ്യാസ് വെൽഡിംഗ് എന്നിവയെക്കുറിച്ചും പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് ഇയർ ഏകദേശം പകുതിയോളം ആകുമ്പോഴാണ് നമ്മൾ ബേസിക് റെഫ്രിജറേഷൻ എന്ന് പറയുന്ന പോർഷനിലേക്ക് കടക്കുന്നത്. അപ്പോൾ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിൻ്റെ ഏറ്റവും അടിസ്ഥാന ഒരു ഭാഗമാണിത്, ബേസിക് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ അത്യാവശ്യം പഠിക്കേണ്ട തിയറികൾ എല്ലാം പഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ വർക്കുകളും ചെയ്യിക്കുന്നു. അതിനുശേഷം പിന്നെ വരുന്നത് സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററാണ്. സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററിലെ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ഘടകങ്ങൾ, അവയുടെ പ്രവർത്തനം, അവയുടെ വയറിംഗ് സർക്യൂട്ട്, എങ്ങനെയാണ് അത് റിപ്പയർ ചെയ്യുന്നത്, സർവീസ് ചെയ്യുന്നത് എന്നീ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതിനുശേഷം ഡബിൾ ഡോർ റെഫ്രിജറേറ്ററാണ് വരുന്നത്. ഡബിൾ ഡോർ റെഫ്രിജറേറ്ററിൻ്റെ പ്രവർത്തനം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഘടകങ്ങൾ, ഘടകങ്ങളുടെ പ്രവർത്തനം, അതിൻ്റെ വയറിംഗ് സർക്യൂട്ട് എന്നീ കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. അതിനുശേഷം വരുന്നത് ഇൻവെർട്ടർ റെഫ്രിജറേറ്ററാണ്. അപ്പോൾ ഏറ്റവും പുതിയ ടൈപ്പ് റെഫ്രിജറേറ്ററുകളെല്ലാം ഇൻവെർട്ടർ ടൈപ്പ് കാറ്റഗറിയിൽ പെടുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള റെഫ്രിജറേറ്ററുകളുടെ വർക്കിങ്ങും അതിൻ്റെ പ്രവർത്തന തത്വവുമെല്ലാം ഇതിൽ പറയുന്നുണ്ട്.
അതിനുശേഷം പിന്നെ വരുന്നത് എയർ കണ്ടീഷണറുകളാണ്. അപ്പോൾ ഏറ്റവും ആദ്യം വരുന്നത് വിൻഡോ എ സി ആണ്. അപ്പോൾ എയർ കണ്ടീഷണറുകളുടെ പൊതുവായിട്ടുള്ള പ്രവർത്തന തത്വം എന്താണ്, കൂടാതെ വിൻഡോ എ സി നമ്മുടെ നാടുകളിൽ ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. പക്ഷേ ഏറ്റവും ബേസിക് ഒരു കാര്യമായതുകൊണ്ടാണ് വിൻഡോ എ സിയിൽ തന്നെ ഇപ്പോഴും സിലബസിൽ ഈ പാഠഭാഗങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വിൻഡോ എ സിയുടെ ഘടകങ്ങൾ, അവയുടെ പ്രവർത്തനം, ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന രീതികൾ, എങ്ങനെയാണ് അത് സർവീസ് ചെയ്യുന്നത്, ഇതിന് എന്തൊക്കെ തകരാറുകൾ വരാം എന്നീ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ തിയറിയിലും പ്രാക്ടിക്കലിലും പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ സിലബസിൽ വരുന്നത് സ്പ്ലിറ്റ് എ സികളാണ്. അപ്പം നമ്മുടെ ഈ കാലഘട്ടത്തിൽ വീടുകളിലും ഓഫീസുകളിലും എല്ലാം ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എയർ കണ്ടീഷണറാണ് സ്പ്ലിറ്റ് എ സി എന്ന് പറയുന്നത്. അപ്പോൾ പല തരത്തിലുള്ള സ്പ്ലിറ്റ് എ സികൾ, അവയുടെ പ്രവർത്തനം, സർവീസിങ് എന്നീ കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം വിപണിയിൽ വരുന്നതെല്ലാം ഇൻവെർട്ടർ സ്പ്ലിറ്റ് എ സികളാണ്. അപ്പോൾ ഇവയുടെ പ്രവർത്തനം എന്താണ് എന്നീ കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ITI ട്രേഡിൻ്റെ ഫസ്റ്റ് ഇയറിൽ വരുന്നത്. സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ കൂടുതൽ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് കൊമേഴ്സ്യൽ കംപ്രസറാണ്. കൊമേഴ്സ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന റെഫ്രിജറേഷനും എയർ കണ്ടീഷനും മെഷീനുകളിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് കംപ്രസറാണ് ഈ കൊമേഴ്സ്യൽ കംപ്രസർ എന്ന് പറയുന്നത്. അപ്പോൾ പലതരത്തിലുള്ള കംപ്രസറുകൾ, അവയുടെ പ്രവർത്തന തത്വം, അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട്. അതിനുശേഷം തന്നെ കൊമേഴ്സ്യൽ കണ്ടൻസർ, കൂടാതെ കൊമേഴ്സ്യൽ ഇവാപ്പറേറ്റർ എന്നിവയെ പറ്റിയെല്ലാം പറയുന്നുണ്ട്. ഇപ്പോൾ തിയറിയുടെ കൂടെ തന്നെ ഇതിൻ്റെ കൂടെയുള്ള വിശദമായ പ്രാക്ടിക്കൽസും ITI ട്രേഡുകളിൽ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ കംപ്രസറിൻ്റെ ഓവർഹോളിങ്, കൂടാതെ പല ടൈപ്പ് കൂളിംഗ് കോയിൽ അല്ലെങ്കിൽ ഇവാപ്പറേറ്റർ കോയിലിൻ്റെ സർവീസിങ്, കൂടാതെ പല ടൈപ്പിലുള്ള കണ്ടൻസർ, അവ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്, കൊമേഴ്സ്യൽ സിസ്റ്റത്തിൽ ആ ക്ലീനിങ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നീ കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നുണ്ട്. പിന്നെ വരുന്നത് കൂളിംഗ് ടവറുകളെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ കൂളിംഗ് ടവർ എന്ന് പറയുന്നത് കൊമേഴ്സ്യൽ റെഫ്രിജറേഷൻ എയർ കണ്ടീഷൻ സിസ്റ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റാണ്. അപ്പോൾ പലതരത്തിലുള്ള കൂളിംഗ് ടവർ ഏതൊക്കെയാണ്, അവയുടെ പ്രവർത്തനം എങ്ങനെയാണ്, അവയുടെ സർവീസിങ്, കൂടാതെ അതിൻ്റെ എഫിഷ്യൻസി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് കൂളിംഗ് ടവർ ഒരു ഡിസൈൻ ചെയ്യുന്നത് എന്നീ കാര്യങ്ങളെല്ലാം അതിൽ പറയുന്നുണ്ട്. സെക്കൻഡ് ഇയറിൽ പിന്നെ അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത് വാട്ടർ കൂളറുകളാണ്. അപ്പോൾ അത് പല ടൈപ്പിലുണ്ട്. അവ ഏതൊക്കെയാണ്, അവയുടെ ഫങ്ഷൻ എങ്ങനെയാണ്, ഏതൊക്കെയാണ് അതിൻ്റെ കമ്പോണൻസ്, അതിൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം വിസിബിൾ കൂളർ, ബോട്ടിൽ കൂളർ, ഡീപ് ഫ്രീസർ എന്നിവയെ പറ്റിയും പഠിപ്പിക്കുന്നുണ്ട്. അടുത്തത് ഐസ് ക്യാൻഡി പ്ലാന്റുകളാണ്. കൊമേഴ്സ്യലായിട്ട് ഐസ് ക്യാൻഡി ഉണ്ടാക്കുന്ന ടൈപ്പ് മെഷീൻസിനെയാണ് ഐസ് ക്യാൻഡി പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മെഷീനുകളുടെ തിയറി, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രാക്ടിക്കൽസ് എന്നിവയെല്ലാം ഈ ഭാഗത്ത് പഠിപ്പിക്കുന്നുണ്ട്. അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത് ഐസ് പ്ലാന്റുകളാണ്. ഐസ് പ്ലാന്റ് എന്ന് പറയുന്നത് കൊമേഴ്സ്യലായിട്ട് ഐസിൻ്റെ വലിയ ബ്ലോക്കുകൾ, ഐസ് കട്ടകൾ മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറികളാണ് ഐസ് പ്ലാന്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലാന്റുകളുടെ പ്രധാനപ്പെട്ട വർക്കിംഗ് കമ്പോണൻസ് ഏതൊക്കെയാണ്, അവയുടെ തിയറി എന്നിവയൊക്കെയാണ് ഈ ഭാഗത്ത് വരുന്നത്. അതിനുശേഷം കൊമേഴ്സ്യൽ റെഫ്രിജറേഷൻ എക്യുപ്മെൻറ്റ്സ് ആയിട്ടുള്ള വോക്ക് ഇൻ കൂളർ, കോൾഡ് സ്റ്റോറേജ് എന്നീ ഭാഗങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇതോടുകൂടി സെക്കൻഡ് ഇയറിലെ പകുതി ഭാഗങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് വരുന്നത് എയർ കണ്ടീഷനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പോർഷൻസാണ്. സെക്കൻഡ് ഇയറിൻ്റെ അവസാന ഭാഗത്ത് എയർ കണ്ടീഷനിങ്ങിൻ്റെ ബേസിക് ഒരു ഭാഗമായിട്ടുള്ള സൈക്രോമെട്രി എന്ന പോർഷനാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് എയർ കണ്ടീഷനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് തിയറികൾ, കൂടാതെ പലതരത്തിലുള്ള സൈക്രോമെട്രിക് പ്രോസസ്സുകൾ എന്നിവയൊക്കെയാണ് ഇതിൽ പഠിപ്പിക്കുന്നത്. പിന്നെ അടുത്ത പോർഷനായിട്ട് വരുന്നത് ഡക്റ്റുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ഡക്റ്റ്, അതിൻ്റെ ഫങ്ഷൻ എന്താണ്, എങ്ങനെയാണത് മാനുഫാക്ചർ ചെയ്യുന്നത്, അതിൻ്റെ പല ടൈപ്പ് എന്നിവയൊക്കെ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ അടുത്തത് വരുന്നത് എയർ ഫിൽറ്ററാണ്. വിവിധ തരത്തിലുള്ള എയർ ഫിൽറ്ററുകളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അവയുടെ എഫിഷ്യൻസി, കൂടാതെ എങ്ങനെയാണ് അത് സർവീസ് ചെയ്യേണ്ടത് എന്നീ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. സെക്കൻഡ് ഇയറിൽ അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത് പാക്കേജ് AC സിസ്റ്റങ്ങളാണ്. ഒരു മീഡിയം സൈസ്ഡ് കൊമേഴ്സ്യൽ യൂസിന് വേണ്ടി ഉപയോഗിക്കുന്ന എയർ കണ്ടീഷനിങ് മെഷീനുകളെയാണ് പാക്കേജ് AC എന്ന് പറയുന്നത്. അപ്പോൾ അവയുടെ ടണ്ണേജ്, റേഞ്ച് എത്രയാണ്, അവയ്ക്കുള്ളിലെ കമ്പോണൻറ്റ്, അതിൻ്റെ വർക്കിംഗ് എന്നീ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അടുത്തതായിട്ട് വരുന്നത് VRF എന്ന സിസ്റ്റത്തെ കുറിച്ചിട്ടാണ്. VRF എന്ന് പറഞ്ഞാൽ വേരിയബിൾ റിഫ്രിജറൻ്റ് ഫ്ലോ എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് മൾട്ടി സ്പ്ലിറ്റ് AC എന്ന കാറ്റഗറിയിലാണ് വരുന്നത്. അതിനെപ്പറ്റി വ്യക്തമായിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അടുത്തതായിട്ട് വരുന്നത് സെൻട്രൽ ACകളാണ്. സെൻട്രൽ ACകൾ എന്ന് പറയുന്നത് വലിയ കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകളിൽ എയർ കണ്ടീഷനിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വലിയ എക്യുപ്മെൻറ്റ്സ് ആണ്.
അപ്പോൾ ഇവ 2 ടൈപ്പായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ടൈപ്പിനെ നമ്മൾ ഡയറക്റ്റ് എക്സ്പാൻഷൻ സിസ്റ്റം എന്നും രണ്ടാമത്തെ ടൈപ്പിനെ ഇൻഡയറക്റ്റ് ചില്ലർ സിസ്റ്റം എന്നും വിളിക്കുന്നു. അപ്പോൾ ഇവയുടെ പ്രധാനപ്പെട്ട കമ്പോണൻറ്റുകൾ ഏതൊക്കെയാണ്, അവയുടെ ഫംഗ്ഷന്, അതിൻ്റെ ട്രബിൾ ഷൂട്ടിംഗ് മെത്തേഡ്സ്, സർവീസിങ്, ഇൻസ്റ്റലേഷൻ എന്നീ കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട്. ഏറ്റവും അവസാന ഭാഗത്ത് ഓട്ടോമൊബൈൽ എയർ കണ്ടീഷനിങ്ങിനെ പറ്റിയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ എയർ കണ്ടീഷൻ സിസ്റ്റംസ് വാഹനങ്ങളിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അവയുടെ കമ്പോണൻറ്റ് എങ്ങനെയാണ് അത് ട്രബിൾ ഷൂട്ട് ചെയ്യുന്നത്, മെയിൻ്റനൻസ്, സർവീസ് എന്നീ കാര്യങ്ങളെല്ലാം അതിലും വരുന്നുണ്ട്. അതിൽ തന്നെ കാർ AC, ബസ് AC, ട്രെയിനുകളിൽ ഉപയോഗിക്കുന്ന AC എന്നിവയെക്കുറിച്ചെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഈ 2 വർഷ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ IT ട്രേഡിൽ പഠിപ്പിക്കുന്നത്. ഇനി അടുത്തതായിട്ട് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ടെക്നീഷ്യൻ IT ട്രേഡ് പഠിച്ചു കഴിഞ്ഞാലുള്ള ജോലി സാധ്യതകളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളായ കേരള സർക്കാരിൻ്റെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ള പല ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അപ്പോൾ അവയിൽ ഇൻസ്ട്രക്ടർ എന്ന പോസ്റ്റിലേക്ക് ITI പഠിച്ചു കഴിഞ്ഞ ട്രെയിനികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാഷണൽ NCVT സർട്ടിഫിക്കറ്റും കൂടാതെ 3 വർഷം എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. പിന്നെ അടുത്ത വേക്കൻസി വരുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അവയിൽ എയർ കണ്ടീഷനിങ് ടെക്നീഷ്യൻ എന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടിയും ഏകദേശം 3 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. കൂടാതെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളായ കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഇന്ത്യൻ റെയിൽവേ, കൂടാതെ ISRO എന്നീ സ്ഥാപനങ്ങളിലേക്കും ITI പഠിച്ചു കഴിഞ്ഞ ട്രെയിനികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇതേ ട്രേഡ് പഠിച്ചു കഴിഞ്ഞാൽ സ്വകാര്യ മേഖലകളിലും ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ബ്ലൂ സ്റ്റാർ, വോൾട്ടാസ്, പാനസോണിക്, ഡേക്കിൻ എന്ന് പറഞ്ഞ് കുറേ എയർ കണ്ടീഷണർ കമ്പനികളുണ്ട്. അപ്പോൾ ഇവയുടെ എല്ലാം സർവീസ് സെൻ്ററുകൾ, അതിൽ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററുമുണ്ട്, അതല്ലാതെയുള്ള സർവീസ് സെൻ്ററുകളുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് എയർ കണ്ടീഷണർ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. LG പോലുള്ള കമ്പനികൾക്ക് വിപുലമായ ഹോം അപ്ലയൻസിൻ്റെ പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ സർവീസ് സെൻറ്ററിൽ AC ടെക്നീഷ്യനായിട്ട് കയറി കഴിഞ്ഞാൽ വാഷിംഗ് മെഷീന്, TV അതുപോലുള്ള എല്ലാ ഉപകരണങ്ങളുടെയും ഇൻസ്റ്റലേഷൻ, സർവീസ് എന്നിവ പഠിക്കാൻ സാധിക്കുന്നതാണ്. കേരളത്തിലെ ചില കമ്പനികളിൽ ഡക്റ്റബിൾ AC സിസ്റ്റം കൂടാതെ VRF എന്നിവയിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്ന കമ്പനികളുണ്ട്. അപ്പോൾ അത്തരം കമ്പനികളിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തേക്ക് ഗൾഫ് രാജ്യങ്ങളിലേക്കോ മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്കോ പോകാനുള്ള നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കൊമേഴ്സ്യൽ എയർ കണ്ടീഷനിങ് എക്യുപ്മെൻറ്റ്സ് ആയ സെൻട്രൽ ACകളുള്ള പല സ്ഥാപനങ്ങളുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ജോലിക്ക് കയറുകയാണെങ്കിൽ അവിടെ ചില്ലർ എന്ന് പറയുന്ന എക്യുപ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റലേഷന്, സർവീസിങ് എന്നീ കാര്യങ്ങളെപ്പറ്റി പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തേക്കുള്ള രാജ്യങ്ങളിൽ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും മറ്റും ഒരുപാട് സാധ്യതകളുണ്ട്. ചില്ലർ ടെക്നീഷ്യൻ, ചില്ലർ ഓപ്പറേറ്റർ എന്നീ പോസ്റ്റുകളിൽ ഒരുപാട് സാധ്യതകളുണ്ട്. എയർ കണ്ടീഷനിങ്ങിൻ്റെ തന്നെ മറ്റൊരു മേഖലയാണ് ഡക്റ്റ് ഫാബ്രിക്കേഷൻ, ഡക്റ്റ് ഡിസൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മേഖലയിലും ഈ ITI പഠിച്ചു കഴിഞ്ഞ ട്രെയിനികൾക്ക് ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഡക്റ്റ് ഡിസൈനിങ് ആണെങ്കിൽ അതിന് സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് CAD എന്ന സോഫ്റ്റ്വെയറും കൂടെ പഠിക്കേണ്ടതാണ്. ഇതുകൂടാതെ ITI റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ ടെക്നീഷ്യൻ ട്രേഡ് പഠിച്ചു കഴിഞ്ഞാൽ സ്വദേശത്തും വിദേശത്തും നല്ല സാലറിയോട് കൂടിയുള്ള ജോലി ലഭിക്കുന്നതാണ്. അപ്പോൾ ITIകളിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈനായിട്ടാണ് നമ്മൾ ITIയിലേക്കുള്ള ഈ ട്രേഡുകളിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ട്രേഡ് കൂടാതെ മറ്റനേകം ട്രേഡുകളുണ്ട്. ആപ്ലിക്കേഷൻ നൽകിയതിന് ശേഷം നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഗവൺമെൻറ് ITIയിൽ പോയിട്ട് ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യണം. അപ്പോൾ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളെ അലോട്ട്മെൻറ്റിന് പരിഗണിക്കൂ. അപ്പോൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് അലോട്ട്മെൻറ്റ് ഓരോ ITIകളിലും ഉണ്ടാകുക. ഈ അലോട്ട്മെൻറ്റിലാണ് നിങ്ങൾക്ക് ITIയിലേക്കുള്ള അഡ്മിഷൻ ലഭിക്കുന്നത്. അത് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ്, ഫീസ്, മറ്റ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്നിവയായിട്ട് നിങ്ങളുടെ അടുത്തുള്ള ITIയിൽ നിങ്ങൾ ഹാജരായി അവിടെ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ ടെക്നീഷ്യൻ ട്രേഡിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഈ ട്രേഡിനെ പറ്റിയോ ഇതിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സിനെ പറ്റിയോ ജോലി സാധ്യതകളെ പറ്റിയോ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ഈ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. കൂടാതെ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ ട്രേഡിനെ പറ്റിയുള്ള പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇനി ഇടുന്ന എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.